നമ്മൾ ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ്. ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുന്ന കാര്യം ആർക്കും അറിയില്ല, നാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത് ലണ്ടനിൽ നിന്നാണ്. അപ്പോൾ ലണ്ടനിലായിട്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. നമ്മളിവിടെ സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. ഇവിടുന്ന് എല്ലാ ടെർമിനലുകളിലേക്കും നമുക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടിരുന്നത് ടെർമിനൽ 4ലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് എടുത്തിട്ടാണ് ടെർമിനൽ 4ലേക്ക് പോയത്. ട്രെയിൻ വരാനുണ്ട് സമയം 15 മിനിറ്റ്. നമ്മളങ്ങനെ ടെർമിനൽ 4ലെത്തി. സൗദി എയർലൈൻസ് ആണ് നമ്മുടെ. അപ്പം കണ്ടുപിടിക്കണം. പിന്നെ ചെക്കിങ്ങിനാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഇവിടെ. എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. രാവിലെ 11 മണിക്ക് വണ്ടി കയറിയതാണ്. 12 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ വിനോദൻ്റെ അവിടെ ബില്ലിങ്ങിൽ നിൽക്കണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല വിശപ്പ്, നല്ല വിശപ്പുണ്ട്. ഇതെന്താ ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ 2 റാപ്പാണ് വാങ്ങിച്ചത്. ചിക്കൻ റാപ്പും അതെന്താ ഷവർമ്മ റാപ്പും. ഷവർമ്മയുടെ എന്തോ ഒരു സംഭവം. ഒന്ന് കഴിക്കട്ടെ കേട്ടോ. നല്ലാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഗേറ്റ് റിയാദിലേക്കുള്ള ഗേറ്റ് 2 ആണ് കാണിക്കുന്നത്. പിന്നെ ഗേറ്റ് കണ്ടുപിടിക്കണം. നമ്മളങ്ങനെ കുറച്ച് നടന്നതേ ഗേറ്റ് 2 ഇവിടെ കണ്ടുപിടിച്ചു. ഗേറ്റ് കിട്ടി. വിനോദേട്ടൻ ഇവിടെ ബാഗ് വെച്ച് ഇവിടെ വന്ന് ഇരിപ്പായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ക്ഷീണമായി. അങ്ങനെ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കുവാണ്. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. വിനോദേട്ടാ അത് മടുത്തു. കുറേ നേരം വെയിറ്റ് ചെയ്തു. അതെ, കുറേ നേരം വെയിറ്റ് ചെയ്ത് മടുത്തു. ഫ്ലൈറ്റിൽ കയറിയ ഫുഡ് അടിക്കണം, ഉറങ്ങണം. അതെ. അങ്ങനെ വെളുപ്പാങ്കാലത്ത് നമ്മൾ സൗദി അറേബ്യയിലെത്തി. അവിടുത്തെ എയർപോർട്ടിലാണ്. ബാക്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. 6 ആയിട്ടുള്ള കാലത്ത്. ഇവിടെ സൈഡിലൊക്കെ ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ വിനോദം ഷൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ണൊക്കെ കണ്ട നല്ല ടയർഡാണ്. ഒട്ടും മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ എന്താ രസമല്ലേ? നമുക്കിവിടെ സൗദിയിൽ 6 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് 11:30 കാലത്ത്. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. This is your own, madam. അങ്ങനെ 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഈ യാത്രയുടെ ഹൈലൈറ്റായ സർപ്രൈസ് വീട്ടുകാർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മുടെ ബാഗ് വരുന്നുണ്ട്. കൂട്ടത്തിൽ പോവല്ലേ? നാട്ടിൽ വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ കയറി.
ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഫുഡ് ഉണ്ടാവില്ലെന്നൊന്നും. അതെ, പട്ടിണി കിടക്കേണ്ടി ചിലപ്പോൾ വീട്ടിൽ ചെന്നാൽ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ല വിനോദേട്ടാ, മന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടറായ സൂപ്പ് വന്നു, സാലഡ്സും വന്നിട്ടുണ്ട്, മന്തി വന്നിട്ടില്ല. മന്തി, വെയിറ്റിംഗ് ഫോർ മന്തി. എക്സൈറ്റഡ് ആണോ? മന്തി കഴിക്കാനാണോ? അതെ, വളരെ എക്സൈറ്റഡ് ആണ്. മന്തി കഴിക്കാനല്ലടോ, വീട്ടിൽ ചെല്ലുമ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ദൈവം തല്ലിട്ടാതില്ലാ മതി. അപ്പച്ചമ്മയ്ക്ക് പറഞ്ഞ് ചീത്ത പറയും. നിങ്ങൾക്ക് പറഞ്ഞിട്ട് വന്നുകൂടായിരുന്നോ പിള്ളേരെ എന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ തൊടുങ്ങും. സൂപ്പ് ഇഷ്ടപ്പെട്ടോ? വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, നല്ല കുഴപ്പമില്ല. വിശപ്പില്ലാത്തതുകൊണ്ടാണ്. ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്, ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റ്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മന്തി വന്നു ഗൈസ്. ഇത് കുറേ റൈസ് ഉണ്ടല്ലോ, അങ്ങനെ കഴിച്ചു തീർക്കും. അതൊക്കെ നീ കഴിച്ചു തീർത്തോളൂ. പ്ലേറ്റ് നീ എടുത്തു. റെസ്റ്റോറൻറ്റ് നൈസാട്ടോ. ഇവിടെ ആദ്യമായിട്ട് ഇവിടെ കയറുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക്. ചേച്ചിക്ക് സർപ്രൈസ് ആണ്, പക്ഷെ ഞങ്ങൾ ഡോർ തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അതെ, ഇവിടെ ഉണ്ടായിരുന്നോ? സർപ്രൈസ് തരാൻ വന്നതാ. ഇതായിരുന്നു നീ വന്നേക്കടാ. ജീനുവാണ്, മനസ്സിലായില്ലേ? എന്റെ ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. അവരെല്ലാം കോഴിക്കോട് ഒരു പാർട്ടിയാണ്, കണ്ണൂർക്കാർ ഒരു പാർട്ടിയാണ്. അവിടെ കണ്ടു ഞെട്ടിപ്പോയി. ഇത് തോന്നില്ലേ ആരെങ്കിലും ഞാൻ വന്നപ്പോ ഞാൻ വിളിച്ചു കണ്ടപ്പോ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഞാന് കരവിലിപ്പ് പറഞ്ഞിരിക്കണേ. അപ്പൊ എന്നോട് പറഞ്ഞു പാർട്ടി കാത്തുന്നോട് പറഞ്ഞേ. ഞാൻ പറഞ്ഞു കോഴിക്കോട് ബ്ലോക്കിൽ കിടക്കിയത് ഞാൻ നീ പോയി പറഞ്ഞത് മരിക്കും. അത് നമുക്ക് അടിക്കാം, അത് നമുക്ക് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പിന്നീടടിക്കാം. എന്ത് അല്ല നിങ്ങനെ ഇങ്ങനെ സർപ്രൈസ് ഞങ്ങൾക്ക് ഇവിടെ അമ്മച്ചി പെട്ടെന്ന് തന്നെ ഫുഡ് നോക്കി, ഈ കാണുന്ന ഫുഡ് എല്ലാവരും പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് പ്രമാണിച്ച് ഉണ്ടാക്കി. പാലിട്ട് വെച്ചത്, മീൻ പാലറി, പിന്നെ ബീഫ് ബിന്ദാലു,
ഞണ്ട് റോസ്റ്റ്, ക്യാബേജ്, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ സാലഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം മാങ്ങയിട്ട് മീൻ വെച്ചില്ലേ? ആ അവിടെ വെച്ച്, പക്ഷെ ഒരു വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. കാരണം അത് അവിടുത്തെ മീനായിരുന്നു. എവിടെ അവിടെ അവിടെയുള്ള മീനാ. ആ ഞാൻ വേറെ പോയിട്ടിരിക്കുന്നു. അങ്ങോട്ടില്ല. സമയത്തൊക്കെ നമ്മൾ പോയി. അതെ, ഫുള്ള് കഴിച്ചു തീർക്കും. എനിക്ക് കുറച്ച് ഇതിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കി എത്ര 5 കറി 5 കറിയുണ്ട്. ആ ഒരു കറി ബീഫ് കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ബീഫ് കറി മറ്റേ ചേമ്പിട്ട് വറുത്തരച്ചു. ആ അതെന്താ തരാത്തത്? അതിന് ചൂടാക്കാൻ എടുക്കണ്ടേ? അതെന്താ തരാത്തത്? അത് ഇന്ന് ഉണ്ടാക്കിയതല്ല, നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഇന്നല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിച്ച കാലം മറന്നു. വിനോദ നിന്നെ കാണിലേക്ക് അവനെ മാത്രം കാണാൻ ഒന്നും വീട്ടിലാർക്കും അയ്യോ ഉറങ്ങാൻ പറ്റുന്നോ? സർപ്രൈസ് തരാൻ വിളിച്ചു ചോദിച്ചു വിനോദാണെന്ന് ചോദിച്ചത്. ഞങ്ങള് ചുമ്മാ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നാണ്.